ഇനി നമ്മുടെ വിഷയം, നമസ്കാരം ഉപേക്ഷിച്ചവർ അത് മടക്കി നമസ്കരിക്കേണ്ടതുണ്ടോ? പണ്ഡിതന്മാർക്ക് ഇതിൽ രണ്ട് അഭിപ്രായമുണ്ട്. ചില ആളുകൾ മടക്കി നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ആളുകളല്ല, ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. 4 മദ്ഹബിൻ്റെയും ഇമാമിങ്ങളുടെ അഭിപ്രായം ഇതാണ്: നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന് മടക്കി നമസ്കരിക്കും. ഒരു വർഷം നമസ്കരിച്ചിട്ടില്ല, ഇനി തൗബ ചെയ്യുമ്പോൾ ഈ ഒരു വർഷത്തെ നമസ്കാരം നമസ്കരിച്ച് കൂട്ടണമെന്നാണ് 4 മദ്ഹബിൻ്റെയും അഭിപ്രായം. പക്ഷേ കൂടുതൽ ശരിയായ തെളിവുകളോട് യോജിക്കുന്ന അഭിപ്രായം അത് വേണ്ട എന്നാണ്. 4 മദ്ഹബിലും നമസ്കരിച്ച് വീട്ടണം, അങ്ങനെ നമസ്കരിച്ച് വീട്ടണം എന്നതിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് എന്ന്. അത്രയധികം പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരി എന്താണ്? നമസ്കരിച്ച് വീട്ടേണ്ടതില്ല എന്നാണ്. നമസ്കരിക്കണം, മടക്കി നമസ്കരിക്കണം എന്ന് പറയുന്നവർ അവർ തെളിവാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? മറന്ന ഒരാൾ, നമസ്കാരം മറന്നുപോയ ഒരാൾക്ക് നമസ്കാരം മടക്കി നമസ്കരിക്കണം. ഉറങ്ങിപ്പോയ ഒരാൾ നമസ്കാരത്തിൻ്റെ വക്ത് കഴിയുന്നത് വരെ ഉണരുന്ന സമയത്ത് ആ നമസ്കാരം നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നാമ അൻ സലാത്തിൻ ഔ നസിയഹ ഫലിയുസല്ലിഹ ഇദാ ദക്കറഹ. ഒരാൾ നമസ്കാരത്തെ മറന്നുപോയി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാൽ അത് ഓർമ്മ വരുമ്പോൾ നമസ്കരിക്കണം. അപ്പോൾ മറന്നുപോയ ഒരാൾക്ക് മടക്കി നമസ്കരിക്കണമെങ്കിൽ കരുതി കൂട്ടി ഉപേക്ഷിക്കുന്നവൻ എന്തായാലും മടക്കണമല്ലോ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ തെളിവുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഒന്നാമത്, ഒരു ഇബാദത്ത് ഖളാ, അത് അതിൻ്റെ സമയം കഴിഞ്ഞാൽ വീണ്ടും ചെയ്തു വീട്ടുക എന്നുള്ളതാണ് ഖളാ എന്ന് പറയുന്നത്. ഒരു ഇബാദത്ത് നമ്മൾ ഖളാ ചെയ്യണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കൽപ്പന വേണം. നമുക്കറിയാം, സ്ത്രീകൾക്ക് അവരുടെ ഹൈദിൻ്റെ സമയത്ത് നമസ്കാരം മടക്കി നമസ്കരിക്കേണ്ടതില്ല, നോമ്പ് മടക്കി വീട്ടണം, നോമ്പ് നോറ്റ് വീട്ടണം. ആരാണ് പറഞ്ഞത്? അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണ്. അപ്പോൾ ഖളാ എന്ന് പറയുന്നത് ഒരു തെളിവ് വേണ്ട കാര്യമാണ്. ഇങ്ങനെ നമസ്കാരം ബോധപൂർവ്വം ഉപേക്ഷിച്ച ആളുകൾക്ക് ആവർത്തിച്ച് വീണ്ടും നമസ്കരിക്കാനുള്ള ഒരു കൽപ്പന ഖുർആനിലോ സുന്നത്തിലോ ഇല്ല. രണ്ടാമത്തേത്, ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരി എന്ന കിതാബിൽ, സഹീഹ് ബുഖാരിയുടെ ഷർഹാണ്. ഇമാം ഇബ്നു റജബിന് ഫത്ഹുൽ ബാരി എന്ന പേരിൽ ഒരു ഷർഹുണ്ട്, ഇബ്നു ഹജറിൻ്റെ ഷർഹിൻ്റെ പുറമെ അതല്ലാത്ത മറ്റൊരു ഷർഹുണ്ട് ഇതേ പേരിൽ. അതിൽ അദ്ദേഹം പറയുന്നു, ഈ അഭിപ്രായം പറഞ്ഞൊരു സഹാബിയുമില്ല. ബോധപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ച ഒരാൾ നമസ്കാരം വീണ്ടും വീട്ടണമെന്ന് പറഞ്ഞ ഒരു സ്വഹാബി പോലും ഇല്ല. അതുപോലെ തന്നെ ധാരാളം സലഫുകളുടെ അസറുകളുണ്ട്, നമസ്കരിക്കേണ്ടതില്ല, തൗബ ചെയ്ത ഒരാൾ താൻ ഉപേക്ഷിച്ച നമസ്കാരങ്ങൾ മടക്കേണ്ടതില്ല എന്ന് പറഞ്ഞ സലഫുകളുടെ ധാരാളം അസറുകൾ കാണാൻ സാധിക്കും. അതൊരിക്കലും ഈ പാപത്തെ, നമസ്കാരം ഉപേക്ഷിക്കുക എന്ന കാര്യത്തെ നിസ്സാരമാക്കാൻ വേണ്ടിയല്ല. സലഫുകൾ പറയുക എങ്ങനെയാണ്, അവരുടെ അസറുകൾ എങ്ങനെയാണ്? അവൻ നമസ്കരിച്ച് വീട്ടേണ്ട എന്നല്ല, അവൻ നമസ്കരിച്ച് വീട്ടിയാലും അത് സ്വീകരിക്കുകയില്ല എന്ന്. അത് യഥാർത്ഥത്തിൽ വളരെ കടുപ്പമുള്ള ഖൗലാണ്. നമുക്ക് ബാഹ്യമായി നോക്കുമ്പോൾ തോന്നും ഇത് എളുപ്പമുള്ള അഭിപ്രായമാണ്, നമസ്കരിച്ച് വീട്ടേണ്ടതില്ല എന്നുള്ളത്. അത് ശരിയല്ല. നമസ്കരിച്ച് വീട്ടാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു, നമസ്കരിച്ച് വീട്ടാമായിരുന്നു. പക്ഷേ കരുതി കൂട്ടി നമസ്കാരം ഉപേക്ഷിച്ച ഒരാൾക്ക് അത് വീട്ടാൻ അവസരമില്ല. തൗബ ചെയ്യുക, അള്ളാഹു സ്വീകരിച്ചാൽ സ്വീകരിച്ചു. ഇതൊരിക്കലും ഈ പ്രവൃത്തിയെ നിസ്സാരമായി കാണാൻ പറയുന്നതല്ല. അതുപോലെ ഏതൊരു മാസികത്താണെങ്കിലും തൗബ എന്നുള്ളത് നമ്മൾ ആ പാപം ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല. ഈ തൗബ സ്വീകരിച്ചെന്ന് ആർക്കറിയാം? അള്ളാഹു താല നമ്മുടെ തൗബ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഉറപ്പില്ല. അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ തട്ടിയ ദുഃഖവും അതുപോലെ തൗബയുടെ ഷർത്തുകളും നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ വീണ്ടും ഈ തെറ്റ് നമ്മൾ ചെയ്യുകയും തൗബ ചെയ്യാൻ അവസരം കിട്ടാത്തൊരവസ്ഥയിൽ മരിച്ചു പോവുകയാണെങ്കിലോ? അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായി കാണാൻ വേണ്ടി പറയുന്നതല്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സലഫുകൾ പലരും ഇത് പറഞ്ഞിട്ടുണ്ട്, എഴുതിക്കൂട്ടി നിസ്കാരം ഉപേക്ഷിച്ച ഒരാൾക്ക് അത് മടക്കാനുള്ള അവസരമില്ല എന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ്, നാലാമത്തെ ഒരു തെളിവ്, ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ, നമസ്കരിച്ച് വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്ന ഏറ്റവും ശക്തമായ തെളിവ് എന്താണ്? നമുക്കറിയാം, ഒരാൾ ഒരു നമസ്കാരത്തിൻ്റെ വക്താവുന്നതിന് മുമ്പ് നമസ്കരിച്ചാൽ അത് സ്വീകരിക്കുകയില്ല. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു വക്ത് നമസ്കരിച്ചാലോ? ഇഷ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരാൾ ഇഷ നമസ്കരിച്ചു അറിഞ്ഞുകൊണ്ട്, അത് സ്വീകരിക്കുകയില്ല എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്, തർക്കമില്ല. ഇതേ പ്രവൃത്തിയാണല്ലോ നമസ്കാരത്തിൻ്റെ വക്ത് കഴിഞ്ഞിട്ട് നമസ്കരിക്കുന്ന ഒരാളും ചെയ്യുന്നത്. കുറേ വർഷങ്ങൾ നമസ്കരിച്ചിട്ടില്ല, അതിൻ്റെയൊക്കെ സമയവും കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇന്ന സ്വലാത്ത് കിതാബൻ മൗഖൂത, നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്താണ് സമയമെന്ന് പറയുന്നത്. അപ്പോൾ നമസ്കാരം അവനൊന്നും സ്വീകരിക്കുകയില്ല എന്ന്. ഈ 4 തെളിവുകളാണ് അതിനവർ പറയുന്നത്. എന്നാൽ ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു, ചില ഉലമാക്കൾ നമസ്കരിച്ച് വീട്ടേണ്ടതുണ്ട്, തൗബ ചെയ്തയാൾ പഴയ നമസ്കാരം മടക്കേണ്ടതുണ്ട് എന്നതിന് ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞതായി നമ്മൾ പറയുകയുണ്ടായി. ആ ഇജ്മാൻ്റെ അവസ്ഥ എന്താണ്? ഇജ്മാ ഉണ്ടായിരുന്നെങ്കിൽ അത് തെളിവായിരുന്നു, പിന്നെ നമ്മൾ ഹദീസുകളൊന്നും നോക്കുകയില്ല. ഇജ്മാന് അത്ര വലിയ സ്ഥാനമുണ്ട്. വൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. ഉലമാക്കൾ പറയുന്നത് എന്താണ്? നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ഖുർആനിലെ ആയത്താണ്, വൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. ഈ ആയത്തിൽ എന്ത് മനസ്സിലാക്കാം? നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ
അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കേണ്ടതില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലാണ് മടക്കാൻ പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ ആ നിലപാട് ശരിയാണ്, ഇജ്മാ ശരിയാണെന്നുള്ളതിനുള്ള തെളിവാണ് ഈ ആയത്ത്. അപ്പോൾ ഇങ്ങനൊരു ഇജ്മാ ഉണ്ടോ? ഇജ്മാ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില പണ്ഡിതന്മാർ ഇജ്മാ ഉണ്ട് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇജ്മാ ഇല്ല. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ താബിഇയായ ഇമാം, അദ്ദേഹത്തിന് ഈ അഭിപ്രായമാണുള്ളത്. അങ്ങനെ പലരുമുണ്ട്. അതുപോലെ ഇമാം ഷാഫിയുടെ അറിയപ്പെട്ട ശിഷ്യനായ അബ്ദുറഹ്മാൻ, അതുപോലെ ഇമാം ഇബ്നു ബത്ത, ഇമാം ബർബഹാരി, ഇങ്ങനെയുള്ള ഇമാമിങ്ങളൊക്കെ ഈ അഭിപ്രായക്കാരാണ്. ഇനി മറ്റൊരു തെളിവ് ഈ അഭിപ്രായമുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഉറങ്ങിപ്പോയ ഒരാളോട് ഖിയാസാക്കി, ഉറങ്ങിയ ആൾ മടക്കി നിസ്കരിക്കേണ്ടതുണ്ട്. അപ്പോൾ ബോധപൂർവ്വം ഉപേക്ഷിച്ച ആളും മടക്കണം. അത് ഒരു നിലക്കും ശരിയല്ല. കാരണം എന്താണ്? ഖിയാസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹുക്കുമുകൾ അല്ലെങ്കിൽ രണ്ട് മസലകൾ അത് പരസ്പരം സാദൃശ്യമുള്ളതായിരിക്കണം. ഇവിടെ അല്ലെ, പരസ്പരം സാദൃശ്യമുള്ള രണ്ട് വസ്തുക്കളുടെ വിധി, ഒന്നിൻ്റെ വിധി തന്നെ മറ്റേതിനും ബാധകമാക്കുക. അതാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കള്ള് ഹറാമാണ്, ലഹരി ഉണ്ടാക്കുന്ന മറ്റൊരു വസ്തു പുതുതായിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അതും ഹറാമായിരിക്കും. കാരണം ഈ കള്ളിൻ്റെ അതേ സ്വഭാവം ഇതിലുമുണ്ട്. ഇവിടെ ഖിയാസാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? മഅ്ദൂറായിട്ടുള്ള, അള്ളാഹും റസൂലും ഉദ്ർ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഉറങ്ങിപ്പോയവൻ, മറന്നുപോയവൻ. ബോധപൂർവ്വം ഉപേക്ഷിച്ച ആളോ അവൻ കുറ്റക്കാരനാണ്, തെറ്റുകാരനാണ്. അപ്പോൾ ഇളവുള്ള ഒരാളുടെ വിധി കുറ്റക്കാരനായ ഒരാൾക്ക് ബാധകമാക്കുക എന്നുള്ളത് ഖിയാസിനെതിരാണ്. ഇത് ശരിയല്ല. അപ്പോൾ നമസ്കരിച്ച് വീട്ടേണ്ടതില്ല എന്നതാണ് ശരിയായ അഭിപ്രായം. ഇനി അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ, നമസ്കാരം കുറേ കാലം ഉപേക്ഷിച്ചിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? അവർ നിരാശരാകണമെന്നാണോ അതിനർത്ഥം? ഒരിക്കലുമല്ല. തൗബ ചെയ്യുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമ തൗബ ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവനാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസിഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസിഉൽ ലൈൽ. രാത്രി പാപം ചെയ്തയാൾ മടങ്ങി വരാൻ വേണ്ടി അല്ലാഹു പകൽ രണ്ട് കൈയും നീട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരിച്ചു അല്ലാഹു തആല തൗബ ചെയ്യുന്നവർക്ക്, ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. പക്ഷേ ഇങ്ങനെയുള്ള വലിയ തെറ്റ് ചെയ്ത ആളുകൾ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? ധാരാളം സുന്നത്ത് വർദ്ധിപ്പിക്കുക. സുന്നത്ത് നമസ്കാരം, സുന്നത്ത് നമസ്കാരത്തിൽ നമുക്ക് ധാരാളം സമയങ്ങളുണ്ട് അല്ലെ. ഹദീസുകൾ പരിശോധിച്ചാൽ ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. രാത്രി നമസ്കാരം പരിധിയില്ല, ഇശാ മുതൽ ഫജ്ർ വരെ നമുക്ക് നമസ്കരിക്കാം. അതുപോലെ തന്നെ ദുഹാ നമസ്കാരം പരിധിയില്ല. അതുപോലെ ചില ഹദീസുകളിൽ ളുഹർ മുതൽ അസ്ർ വരെ തുടർച്ചയായി രണ്ട് റക്അത്തായി സുന്നത്ത് നമസ്കരിക്കാം എന്ന് കാണാൻ സാധിക്കും. അതുപോലെ മഗ്രിബ് മുതൽ ഇശാ വരെ ഈ രണ്ട് റക്അത്തായി നമസ്കരിച്ചതായി ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പതിവാക്കാതെ വല്ലപ്പോഴുമൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള നവാഫിലുകൾ, സുന്നത്തായ നമസ്കാരങ്ങൾ, അതുപോലെ മുത്തലക്കായി നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ വിലക്കപ്പെട്ട സമയമല്ലാത്ത സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, അതുപോലെ ഫജറിന് ശേഷം ഉദിക്കുന്നത് വരെയുള്ള സമയം, ളുഹറിൻ്റെ തൊട്ട് മുമ്പുള്ള ഏതാനും മിനിറ്റുകൾ, ഈ സമയങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ സുന്നത്ത് നമസ്കരിക്കാം. അപ്പോൾ ഇതാണ് പരിഹാരം. ഈ അഭിപ്രായക്കാരാണ് ഇക്കാലത്ത് ഏറ്റവും അറിയപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ 3 ഇമാമിങ്ങൾ, ഇബ്നു ബാസും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ്, അതുപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിം ജമീഅൻ. ഇവരെല്ലാം ഈ അഭിപ്രായക്കാരാണ്. അപ്പോൾ ഇതാണ് നമസ്കാരം ബോധപൂർവം ഉപേക്ഷിച്ചവരുടെ ഹുക്മ്.